കൂടൽമാണിക്യം ദേവസ്വത്തിൽ ജോലിയിലെ ജാതി വിവേചന വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരെന്ന് ദേവസ്വം ചെയർമാൻ. കഴകം ജോലി പ്രവൃത്തിയിൽ തുടരാൻ ജീവനക്കാരന് പിന്തുണ നൽകുമെന്നും ദേവസ്വം. പാതിവഴിയിൽ നിർത്തിയ കൈമുക്ക് ജലസേചന പദ്ധതിക്ക് പുനരുജ്ജീവനം. പ്രദേശവാസികൾക്ക് ഏറെ ഉപകാരപ്രദമായ ജലസേചന പദ്ധതിയാണ് പമ്പിംഗ് നടത്താനാകാതെ ഉപേക്ഷിച്ചിരുന്നത്. എളവള്ളി മേഖലയിൽ കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിനെ അവഗണിച്ച് അധികൃതർ. ചരിത്ര പ്രാധാന്യമുള്ള തോട് സംരക്ഷണമില്ലാതെ നശിക്കുന്നു. ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ഗുരുവായൂർ ക്ഷേത്രം. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ദേശപകർച്ച വിതരണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കൂടൽമാണിക്യം ദേവസ്വത്തിൽ ജോലിയിലെ ജാതി വിവേചനം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്ന് ദേവസ്വം ചെയർമാൻ CK ഗോപി. ബാലുവിനെ കഴക ജോലിക്ക് പിന്തുണ നൽകുമെന്നും ചെയർമാൻ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ബാലുവിനെ മറ്റൊരു തസ്തികയിലേക്ക് മാറ്റാനാവില്ല. കഴകം പ്രവൃത്തിയിലാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. ബാലു അപേക്ഷ നൽകിയാൽ സർക്കാരിനെ കൈമാറുമെന്നും ചെയർമാൻ പറഞ്ഞു. ജോലി ഉത്തരവ് നടപ്പിലാക്കുക മാത്രമാണ് ദേവസ്വത്തിന്റെ ചുമതല. വർക്ക് അറേഞ്ച്മെന്റ് പ്രകാരം തസ്തിക മാറ്റാൻ കഴിയില്ലെന്നും കഴക ജോലി തുടരാൻ ബാലുവിനെ പിന്തുണ നൽകുമെന്നും ദേവസ്വം ചെയർമാൻ പറഞ്ഞു. അതേസമയം ക്ഷേത്രത്തിലെ കഴക വിവാദത്തിൽ അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയാലും മാല കെട്ടാൻ താനില്ലെന്ന് നിയമനം ലഭിച്ച തിരുവനന്തപുരം സ്വദേശി ബാലു പറഞ്ഞു. തന്നെ ക്ഷേത്രത്തിലെ ആരും ജാതീയമായി അധിക്ഷേപിച്ചിട്ടില്ല. തനിക്ക് അഡ്മിനിസ്ട്രേറ്റർ നൽകിയ ഓഫീസ് ജോലിയോടാണ് താൽപര്യമെന്നും അവധിക്ക് ശേഷം ഓഫീസ് ജോലിക്കായി ദേവസ്വത്തിന് അപേക്ഷ നൽകുമെന്നും ബാലു പറഞ്ഞു. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ജാതി വിവേചനം അപമാനകരമാണെന്നും ഇതിനെതിരെ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്നും SNDP യോഗം യൂത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജാതി വിവേചനത്തിനെതിരെ തൃശൂർ ജില്ലാ യൂത്ത് മൂവ്മെന്റ് ഇരിഞ്ഞാലക്കുടയിൽ നാളെ വൈകിട്ട് 4-ന് പൂതംകുളം മൈതാനിയിൽ നിന്ന് ക്ഷേത്രത്തിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് NV രഞ്ജിത്ത്, ജോയിന്റ് സെക്രട്ടറിമാരായ ചിന്തു ചന്ദ്രൻ, ദിനിൽ മാധവ്, തൃശൂർ ടൗൺ ഈസ്റ്റ് സെക്രട്ടറി ദീപക് കുഞ്ഞുണ്ണി എന്നിവർ പങ്കെടുത്തു. പാതിവഴിയിൽ നിർത്തിയ കൈമുക്ക് ജലസേചന പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചു. കുഴൂർ പഞ്ചായത്തിലെ കാക്കുളിശ്ശേരിയിൽ 2012-ൽ രാജ്യസഭാ MP ആയിരുന്ന ഡോക്ടർ കപില വാത്സ്യായന്റെ വികസന ഫണ്ട് 38 ലക്ഷം രൂപ ചെലവഴിച്ച് തുടങ്ങിയ ജലസേചന പദ്ധതിയാണ് പമ്പിംഗ് നടത്താനാകാതെ ഉപേക്ഷിച്ചിരുന്നത്. പാടശേഖരത്തിന്റെ ഭാഗമായ കുളത്തിൽ നിന്ന് 50 HP-യുടെ മോട്ടോർ ഉപയോഗിച്ച് പമ്പിംഗ് നടത്തി ജലസേചനം ഒരുക്കാനാണ് പദ്ധതി ആരംഭിച്ചത്. എന്നാൽ കരിങ്ങാട്ടുചാലിൽ നിന്ന് കുളത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള കൃത്യമായ പദ്ധതി ഇല്ലാതെയായിരുന്നു പ്രവൃത്തി നടന്നത്. കാർഷിക മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകി പദ്ധതിക്ക് വേണ്ടി പുരയിടങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും പൈപ്പുകൾ സ്ഥാപിച്ചിരുന്നു. കരിങ്ങാട്ടുചാലിൽ നിന്ന് കുളത്തിലേക്ക് സ്ഥാപിച്ചിരുന്ന പൈപ്പുകൾ ചെളി നിറഞ്ഞ് അടഞ്ഞുപോയതാണ് തുടക്കത്തിലെ പദ്ധതി പാളിയത്. 1 അടി വ്യാസമുള്ള 2 പൈപ്പുകളാണ് ഇതിനായി പാടശേഖരത്തിലൂടെ സ്ഥാപിച്ചിരുന്നത്. ഈ പൈപ്പുകൾ അടഞ്ഞത് കുളത്തിലേക്ക് വെള്ളം എത്തിക്കാനുള്ള വഴി അടയ്ക്കുകയായിരുന്നു. ഇപ്പോൾ കരിങ്ങാട്ടുചാലിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിനുള്ള കനാൽ നിർമ്മിച്ച് പമ്പിംഗ് സാധ്യമാക്കുന്ന നിലയിലേക്ക് പദ്ധതിയെ ഒരുക്കിയിട്ടുമുണ്ട്. ചാലിൽ നിന്ന് 200 മീറ്ററിലധികം ദൂരമാണ് കുളത്തിലേക്കുള്ളത്. ബെന്നി ബെഹനാൻ MP-യുടെ വികസന ഫണ്ടിൽ നിന്ന് 27 ലക്ഷവും കുഴൂർ പഞ്ചായത്തിന് 12.5 ലക്ഷവും മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷവും VR സുനിൽകുമാർ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമുള്ള 2 ലക്ഷവും ഉപയോഗിച്ചാണ് പദ്ധതി വീണ്ടും ആരംഭിച്ചത്. പ്രളയത്തിൽ മുങ്ങിപ്പോയ മോട്ടറും ഇലക്ട്രിക്കൽ സാധനങ്ങളും ശരിയാക്കിയാണ് വീണ്ടും കൈമുക്ക് ജലസേചന പദ്ധതി പ്രാവർത്തികമാക്കിയതെന്നും കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും പദ്ധതി ഏറെ പ്രയോജനപ്പെടുമെന്നും കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം MP ശ്രീ ബെന്നി ബെഹനാൻ അവരുടെ വികസന ഫണ്ടിൽ നിന്ന് നമുക്കൊരു 28 ലക്ഷം രൂപ അനുവദിക്കുകയും ഒപ്പം തന്നെ പഞ്ചായത്ത് 3 ഘട്ടങ്ങളിലായിട്ട് 23 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ തോട് വാർത്ത് കോൺക്രീറ്റ് ചെയ്ത ആവശ്യത്തിനുള്ള ജലലഭ്യത ഉറപ്പുവരുത്തി ഇവിടുത്തെ കർഷകർക്ക് ജലസേചനം നടത്തുന്നതിനുള്ള ഉപകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. ഈ ദിവസങ്ങളിലാണ് മോട്ടറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. അധികം വൈകാതെ തന്നെ ഇനി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ 5 ലക്ഷം രൂപയുടെയും വെച്ചിട്ട് പൈപ്പിൻ്റെ എക്സ്റ്റൻഷൻ വരെ എത്തി ബാക്കിയുള്ളവർക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതി നേതൃത്വം ചെയ്യുന്നുണ്ട്. പ്രളയത്തിൽ മോട്ടോർ ഷെഡ് ഉൾപ്പെടെ പൂർണ്ണമായി മുങ്ങിയതിനാൽ ഉപയോഗശൂന്യമായിരുന്നു. പദ്ധതി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിൽ നിന്നാണ് ജനപ്രതിനിധികളും കൈമുക്ക് ജലസേചന പദ്ധതിയുടെ ഗുണഭോക്തൃ സമിതിയും കൈകോർത്ത് പുതുജീവൻ നൽകിയത്. പമ്പിംഗ് നടത്തിയെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച് തകരാറിലായ വാൽവുകളും പൈപ്പുകളും അറ്റകുറ്റപ്പണികൾ നടത്തി
പ്രദേശത്തെ എല്ലാവർക്കും വെള്ളമെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വേഗത്തിൽ നടക്കുകയാണെന്ന് വാർഡംഗം ബ്രിൻസി ഷൈജൻ പറഞ്ഞു. ഗുണഭോക്തൃ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശേഷിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. TCV ന്യൂസ്, മാള. എളവള്ളി പഞ്ചായത്തിലൂടെ ഒഴുകുന്ന കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ മുളങ്കൂടുകളും മാലിന്യങ്ങളും നിറഞ്ഞ നിലയിൽ. വേനൽക്കാലത്ത് പരിസരത്തെ വീടുകളിലെ ജലസ്രോതസ്സുകൾ സമൃദ്ധമാകുന്നതിൽ കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന് വലിയ പങ്കുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ വേനൽക്കാലത്ത് കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതുമൂലം മഴക്കാലത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ട് തോടിന്റെ ബണ്ടുകൾ പൊട്ടുകയും തോട് കരകവിഞ്ഞ് ഒഴുകുന്നതും പരിസര പ്രദേശത്തെ ഭവനങ്ങളിൽ വെള്ളം കയറുന്നതും പതിവായിരുന്നു. മഴക്കാലത്തിന് മുൻപായി വലിയ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കി ജലസ്രോതസ് സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുൻകാലങ്ങളിൽ ചിറ്റാറ്റുകരയിലേക്ക് വഞ്ചിയിൽ ചരക്കുകൾ വന്നിരുന്ന തോടായിരുന്നു ഇത്. ചരിത്ര പ്രാധാന്യമുള്ള തോട് വൃത്തിയാക്കുകയും പാതി വഴിയിൽ നിലച്ച സർവേ നടപടികൾ പൂർത്തിയാക്കി അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിനോടുള്ള എളവള്ളി പഞ്ചായത്ത് അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി ആവശ്യപ്പെട്ടു. 4 വർഷമായിട്ട് വൃത്തിയാക്കുന്ന ആ നടപടികൾ ഒന്നും തന്നെ ചെയ്യാതെ ഇന്ന് മുളങ്കൂടുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ തോട് വൃത്തിയാക്കുന്നതിനും പാർശ്വഭിത്തികൾ കെട്ടുന്നതിനും വേണ്ടി എല്ലാ ബജറ്റിലും ലക്ഷങ്ങൾ, കോടികൾ അതിനുവേണ്ടി ചെലവഴിക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഇന്ന് വരെ ഒരു പൈസ പോലും അതിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല, അത് നടത്തിയിട്ടുമില്ല. പാർശ്വഭിത്തി കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തതിനപ്പുറം ഇതിന് സർവേ നടത്തി അനധികൃതമായി കയ്യേറിയവരുടെ കയ്യിൽ നിന്നും ആ ഭൂമി തിരിച്ചു പിടിപ്പിക്കുന്ന ആ നയം, അതും ഇന്ന് വരെ പഞ്ചായത്ത് മുൻകൈയെടുത്ത് ചെയ്തിട്ടില്ല. TCV ന്യൂസ്, പാവറട്ടി. ഗുരുവായൂർ ക്ഷേത്രോത്സവം 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ തങ്കത്തിടമ്പും കോലമെഴുന്നള്ളിച്ചുമുള്ള ഗുരുവായൂരപ്പന്റെ രാജകീയ പ്രൗഢിയോടെയുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. രാവിലെ ദിക്കുകൊടികൾ സ്ഥാപിച്ചതോടെയാണ് വിശേഷാൽ മേളങ്ങൾക്ക് തുടക്കമായത്. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 4 ഇല്ലങ്ങളിൽ നിന്നുള്ള ഓദിക്കന്മാർ ചേർന്നാണ് ക്ഷേത്രത്തിന്റെ 8 ദിക്കുകളിലായി കൊടികൾ സ്ഥാപിച്ചത്. ദിക്കുകൊടികൾ ഉയർന്നതോടെ സ്വർണ്ണക്കൊടിമരച്ചുവട്ടിൽ പഞ്ചാരിമേളത്തിന് കോലമർന്നു. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള 50ഓളം കലാകാരന്മാരുടെ മേളവിസ്മയം ആസ്വാദകരിൽ ആവേശത്തിന്റെ താളവട്ടം തീർത്തു. ലക്ഷണമൊത്ത കൊമ്പൻ ദാമോദർദാസ് കോലമേറ്റി. ചെന്താമരാക്ഷൻ, അക്ഷയ് കൃഷ്ണ എന്നീ ആനകൾ ഇടംബലം അണിനിരന്നു. പട്ടുകുട, കൊടിക്കൂറ, തഴ, സൂര്യമറ എന്നിവയുടെ അകമ്പടിയോടെ രാജകീയ പ്രൗഢിയോടെയാണ് കണ്ണൻ എഴുന്നള്ളിയത്. ശ്രീഭൂതബലിക്ക് ആനയോട്ടത്തിലെ ജേതാവ് ബാലു തിടമ്പെഴുന്നള്ളിച്ചു. ക്ഷേത്രം കൂത്തമ്പലത്തിൽ അരങ്ങേറാറുള്ള ചാക്യാർ കൂത്തിനും പാഠകത്തിനും രാത്രി തുടക്കമാകും. വരവൂർ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിലേക്കുള്ള പൊതുവഴി അടച്ചുകെട്ടിയതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിലും സ്വകാര്യ അറവ് മാലിന്യ പ്ലാന്റിലേക്ക് അനധികൃതമായി മാലിന്യം കൊണ്ടുവന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാത്തതിലും പ്രതിഷേധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വരവൂർ പഞ്ചായത്തിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിച്ച് പാക്ക് ചെയ്യുന്ന മിനി MCF, RRF യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലേക്കുള്ള റോഡാണ് 3 ദിവസം മുൻപ് രാത്രിയിൽ അടച്ചുകെട്ടിയത്. കോഴി അറവ് മാലിന്യങ്ങൾ സംഭരിച്ച് മറ്റ് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന അർബൻ വിങ്സ് ചിക്കൻ റെൻഡിംഗ് പ്ലാന്റ് ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം തുടരുകയാണ്. വഴി അടച്ചുകെട്ടിയതോടെ പ്ലാസ്റ്റിക് ശേഖരണം മുടങ്ങുകയും ശേഖരിച്ചവ വഴിയരികിൽ കെട്ടിക്കിടക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് വേലി പൊളിച്ചു നീക്കി വഴി സഞ്ചാരയോഗ്യമാക്കാൻ നടപടിയും സംരക്ഷണവും വേണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതിനെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK യശോദ, വിമല പ്രഹ്ലാദൻ, P ഹിദായത്തുള്ള, മെമ്പർമാരായ VK സേതുമാധവൻ, VT സജീഷ് എന്നിവർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പ്രതിഷേധിച്ചത്. നടപടി സ്വീകരിക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. പഞ്ചായത്തിന്റെ പൊതുവഴി, ശ്മശാന റോഡ്, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ RRF, മിനി MCF എല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിലേക്കുള്ള പോകുന്ന വഴിയാണ് അവിടെ ഇന്നേക്ക് 3 ദിവസമായി അടച്ചു കെട്ടിയിട്ട്. അതിനെതിരെ ഗ്രാമപഞ്ചായത്ത് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വീണ്ടും പോലീസിനെ സമീപിച്ചുകൊണ്ട് ആ വഴി ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകിച്ച് റിക്കവറി സെന്റർ അവിടെ ഉള്ളതിനാൽ നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ദൈനംദിനം ആ റോഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്.
അപ്പോൾ അതിലേക്ക് പോകുന്ന പിന്നെ വീടുകളിൽ നിന്ന് കളക്ഷൻ ചെയ്യുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡിൽ കിടക്കുകയാണ്, നമ്മുടെ RRFലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ. അപ്പോൾ അതിനെതിരെ വഴി നമ്മൾ നീക്കം ചെയ്യുന്നതിന് പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോൾ പോലീസ് വീണ്ടും പറയുന്നത് സംരക്ഷണം വേണം പറഞ്ഞുകൊണ്ടുള്ള അപേക്ഷ വീണ്ടും വെക്കാനാണ് ആവശ്യപ്പെട്ടത്. കരുണയുടെ കവചവുമായി പരിശുദ്ധ റമദാനിലെ ആദ്യ 10 വിട പറയാനൊരുങ്ങുന്നു. ഉപവാസത്തിന്റെ പകലുകളുടെയും പ്രാർത്ഥനാ നിരതമായ രാവുകളുടെയും നിറവിൽ റമദാൻ നോമ്പ് ആദ്യത്തെ 10 പൂർത്തിയാകുകയാണ്. ഇന്ന് ആദ്യത്തെ 10 പൂർത്തിയാകും. കാരുണ്യത്തിന്റെ ദിനങ്ങളാണ് ഒന്നാമത്തെ 10. വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്, ഭൂമിയിൽ നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യവാനായിരിക്കും എന്നതാണ് റംസാനിലെ ആദ്യ 10 നൽകുന്ന സന്ദേശം. ആദ്യത്തെ 10 പൂർത്തിയാകുന്നതോടെ പാപമോചനത്തിനായുള്ള രണ്ടാമത്തെ 10-ന് തുടക്കമാകും. 11 കിലോയിലധികം കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ മണ്ണുത്തി പോലീസിന്റെ പിടിയിലായി. വാണിയമ്പാറ 6 പാതയ്ക്കു സമീപം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സൂഫൽ, ഭട്ടുപുര സ്വദേശി സുർജിത് ദാസ് എന്നിവരെയാണ് മണ്ണുത്തി SHO MK ഷമീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പോലീസ് വാഹനം കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പോലീസ് പിന്തുടർന്ന് പിടികൂടി ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്. SI വില്ലിമോൻ, സിവിൽ പോലീസ് ഓഫീസർ വേണുഗോപാൽ എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് 2 കാട്ടുപോത്തുകളെ എത്തിച്ചു. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നാണ് 2 കാട്ടുപോത്തുകളെ ഇന്ന് രാവിലെ എത്തിച്ചത്. 2 കാട്ടുപോത്തുകളെയും സുവോളജിക്കൽ പാർക്കിലെ ആവാസ ഇടത്തിലേക്ക് മാറ്റി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തൃശൂർ മൃഗശാലയിൽ നിന്ന് 39 മാനുകളെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയിരുന്നു. മീൻ ചൂണ്ടയുടെ കൊളുത്ത് കൺപോളയിൽ കുത്തിക്കയറിയ യുവാവിനെ ഫയർഫോഴ്സ് രക്ഷകരായി. പാലക്കാട് സ്വദേശി അത്താണി വീട്ടിൽ അൻസാറിനാണ് കുന്നംകുളം അഗ്നിശമന സേന രക്ഷകരായത്. കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത്. കൂറ്റനാട് ഹാർബറിൽ വെച്ചാണ് അൻസാറിന്റെ കൺപോളയിൽ ചൂണ്ടയുടെ കൊളുത്ത് കുത്തിക്കയറിയത്. ഉടൻ തന്നെ സഹപ്രവർത്തകർ അൻസാറിനെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രി അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിശമന സേന ആശുപത്രിയിലെത്തി ചൂണ്ടയുടെ കൊളുത്ത് മുറിച്ചു നീക്കുകയായിരുന്നു. കിളിമഞ്ചാരോ കൊടുമുടി കയറി വെള്ളിക്കുളങ്ങര സ്വദേശിനി അനീറ്റ തോമസ്. കഴിഞ്ഞ വനിതാ ദിനത്തിലാണ് ആഫ്രിക്കയിലുള്ള കിളിമഞ്ചാരോ എന്ന ഒറ്റയാൻ പർവ്വതത്തിലെ 5895 മീറ്റർ ഉയരമുള്ള ഉഹുറു കൊടുമുടി കയറി ഇന്ത്യൻ ദേശീയ പതാക നാട്ടിയത്. അമേരിക്കക്കാരായ 3 പേർക്കൊപ്പമായിരുന്നു പർവ്വതാരോഹണം. സഹായികളായി മറ്റു 15 പേരും ഒപ്പമുണ്ടായിരുന്നു. മാർച്ച് 1-ന് മാൾട്ടയിൽ നിന്ന് പുറപ്പെട്ട് മാർച്ച് 4-നാണ് മറ്റു പർവ്വതാരോഹകർക്കൊപ്പം കൊടുമുടി ലക്ഷ്യമാക്കി മല കയറാൻ തുടങ്ങിയത്. മോനുടി വെള്ളരിങ്ങൽ വീട്ടിൽ തോമസ് ഷിൽജി ദമ്പതികളുടെ മകളാണ് അനിറ്റ. സ്കൂൾ തലം മുതൽ വോളിബോളിൽ മികവ് തെളിയിച്ചിട്ടുള്ള അനിറ്റ ദേശീയ തലത്തിൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കേരള ടീമംഗമായിരുന്നു. 2 വർഷമായി മാൾട്ടയിലെ നാഷണൽ ലോട്ടറിയിലാണ് ജോലി ചെയ്തു വരുന്നത്. സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്ന അനിറ്റ തോമസിനെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കണമെന്ന ഏറെ നാളായുള്ള സ്വപ്നമാണ് വനിതാ ദിനത്തിൽ തന്നെ സാക്ഷാത്കരിച്ചത്. 6 ദിവസത്തെ പർവ്വതാരോഹണത്തെ അവിശ്വസനീയമായ അനുഭവമെന്നാണ് അനിറ്റ വിശേഷിപ്പിച്ചത്. TCV കൊടകര. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ചേംബറിൽ ഉന്നതതല യോഗം ചേർന്നു. KK രാമചന്ദ്രൻ MLA, KSRTC MD പ്രമോദ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 13-ന് MD ഉൾപ്പെടെയുള്ളവർ KSRTC സ്റ്റാൻഡ് സന്ദർശിക്കും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദ ഊട്ട് തുടങ്ങി. 1/4 ലക്ഷത്തോളം ഭക്തരാണ് ആദ്യ ദിനത്തിലെ പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത്. ഇതിനു പുറമെ 2 നേരങ്ങളിലായി 1/2 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഉത്സവ പകർച്ചയും നൽകി. ഉത്സവത്തിന്റെ 2ാം വിളക്ക് മുതലാണ് പ്രസാദ ഊട്ട് നൽകുന്നത്. തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് ഇതിനായി സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം 1200ഓളം പേർക്ക് ഇരിക്കുവാനുള്ള സൗകര്യമുണ്ട്. രാവിലെ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ഗുരുവായൂരപ്പന്റെ ചിത്രത്തിന് മുന്നിൽ ഇലയിട്ട പാളപാത്രത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ കഞ്ഞിയും മുതിര ഇടിച്ചക്ക പുഴുക്കും വിളമ്പി. തുടർന്ന് ചെയർമാനും ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KP വിശ്വനാഥൻ, മനോജ് B നായർ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ ഭക്തജനങ്ങൾക്ക് വിളമ്പി നൽകി. തിരുവമ്പാടി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള പ്രസാദ ഊട്ടും തിരുവമ്പാടി ശിവസുന്ദർ അനുസ്മരണവും സംഘടിപ്പിച്ചു. കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രസാദ ഊട്ടിൽ നിരവധി പേർ പങ്കെടുത്തു.
ആറാട്ട് ദിവസമായ 17 വരെ ദിവസവും രാവിലെ 10:30 മുതൽ 1:30 വരെ പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കും. 7ാമത് തിരുവമ്പാടി ശിവസുന്ദർ അനുസ്മരണ ചടങ്ങും സംഘടിപ്പിച്ചു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ടി.എ. സുന്ദർ മേനോൻ, സെക്രട്ടറി കെ. ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി പി. ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എഴുത്തുകാരൻ പ്രൊഫസർ കേശവൻ വെള്ളിക്കുളങ്ങരയെ അനുസ്മരിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡു കൈതാരത്ത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ N.R. ഗ്രാമപ്രകാശ് അനുസ്മരണ പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് P.G. മോഹനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി E.H. സഹീർ, വൈസ് പ്രസിഡന്റ് K.V. ഷാജു, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവൻ, പഞ്ചായത്ത് അംഗം ചിത്ര സുരാജ്, ജോണി കാവുങ്ങൽ, V.A. കരീം, V.H. അഷറഫ്, റഷീദ് ഏറത്ത്, ബെന്നി താഴേക്കാടൻ, P.K. ജയകുമാർ എന്നിവർ സംസാരിച്ചു. ദക്ഷിണ മേഖല ഷൂട്ടിംഗ് മത്സരത്തിൽ ജേതാവായ ടിമ്മി ജോൺ വടക്കൻ, സംസ്ഥാന കായികമേളയിൽ ഫെൻസിംഗ് വിഭാഗത്തിൽ സ്വർണം നേടിയ അമൃത് കൃഷ്ണ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പ്രനില ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. സ്ത്രീ ശാക്തീകരണ പ്രവർത്തക K. സോജ, ലൈബ്രറിയൻ സുഷമ ടി. ശാന്തൻ, E.K. രാജലക്ഷ്മി, സരസ്വതി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കലാസാഹിത്യ കൂട്ടായ്മ അംഗം സന്ധ്യാധർമ്മൻ എഴുതിയ കുടജാദ്രിയിലെ മഞ്ഞപ്പൂക്കൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K.G. രജീഷ് നിർവഹിച്ചു. തുടർന്ന് പെൺ എഴുത്തുകൾ എന്ന പരിപാടിയിലൂടെ A. രാധാമണി, വിശാലം വേലായുധൻ, P.K. പ്രമീള, ഷൈനി പൗലോസ്, പാർവതി, മെയ് സിതാര, മീനു കൃഷ്ണൻ, സന്ധ്യാധർമ്മൻ എന്നിവർ സ്വന്തം പുസ്തകങ്ങളെയും കൃതികളെയും പരിചയപ്പെടുത്തി. തിരുവില്വാമല മലേശമംഗലം HLP സ്കൂളിൽ പഞ്ചായത്ത് തല പഠനോത്സവം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. പഴയന്നൂർ BRCയിലെ BPC പ്രമോദ്, പഴയന്നൂർ BRCയിലെ ചാന്ദിനി, PTA പ്രസിഡന്റ് രമേശ്, വൈസ് പ്രസിഡന്റ് അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബസ്സിൽ സഹയാത്രക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച മുഹമ്മദ് അസ്ലമിന് അഭിനന്ദനം. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, നിർമ്മൽ കുമാർ, ജയകൃഷ്ണൻ, നന്ദകുമാർ എന്നിവർ മുഹമ്മദ് അസ്ലമിനെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. കഴിഞ്ഞ മാസം 25-ന് ബസ് യാത്രയ്ക്കിടെ നന്ദിപുലം കുമരഞ്ചിറ മഠം നാരായണൻ അബോധാവസ്ഥയിലായിരുന്നു. ഇതേ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ മുഹമ്മദ് അസ്ലം നാരായണനെ ഓട്ടോയിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ചാലക്കുടി മേഖലയിലെ മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം സംഘടിപ്പിക്കുന്ന പ്രണാമം എന്ന പരിപാടി ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് പ്രസ് ഫോറം ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി SN ഹാളിൽ നടക്കുന്ന പരിപാടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. പ്രണാമത്തിന്റെ ഭാഗമായി പ്രസ് ഫോറം ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായിരിക്കും. സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിലുള്ള ചിറക് പദ്ധതിയുമായി സഹകരിച്ച് ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ 100ഓളം പത്രം ഏജന്റുമാരെ ആദരിക്കും. നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ ചികിത്സാ സഹായ വിതരണം നടത്തും. വാർത്താസമ്മേളനത്തിൽ ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ്, സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, പ്രണാമം ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, ജനറൽ കൺവീനർ ഷാലി മുരിങ്ങൂർ, ചീഫ് കോർഡിനേറ്റർ വിൽസൺ മേച്ചേരി എന്നിവർ പങ്കെടുത്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ കൊമേഴ്സ് ബിരുദാനന്തര ബിരുദ വിഭാഗവും തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷനും ചേർന്ന് റീയൂനിയർ കൊമേഴ്സ് ദിനം ആചരിച്ചു. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പാൾ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ K. കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പിള്ളി, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീൻ പ്രൊഫസർ VJ തോമസ്, അസോസിയേറ്റ് HOD ഡോക്ടർ ഹന്ന ജോസഫ്, പ്രോഗ്രാം കൺവീനർ TT ജാൻസി എന്നിവർ സംസാരിച്ചു. രൂക്ഷമായ വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാൻ ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ഫോറസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക, വന്യജീവി ആക്രമണത്തിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുക, സൗരോർജ്ജ വേലി പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാഴാഴ്ച രാവിലെ 11-ന് മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുന്നത്. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യു ഉദ്ഘാടനം ചെയ്യും. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹനൻ കള്ളാടത്തിൽ അധ്യക്ഷത വഹിക്കും. വന്യജീവികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും അവ മനുഷ്യജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണെന്നും തങ്ങളുടെ MLAയും മന്ത്രിയുമായ കെ രാജൻ പ്രശ്നപരിഹാരത്തിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ഇവർ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ, മണ്ഡലം പ്രസിഡന്റ് മോഹനൻ കള്ളാടത്തിൽ, നിയോജകമണ്ഡലം പ്രസിഡന്റ് PL വാസുദേവൻ, O ശോഭാചന്ദ്രൻ, TG വിനോദ് എന്നിവർ പങ്കെടുത്തു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പ്രധാന ജലവിതരണ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾ തുടങ്ങി. ജല അതോറിറ്റിയുടെ കുന്നംകുളം സെക്ഷന്റെ കീഴിലുള്ള കേച്ചേരി മുതൽ അക്കിക്കാവ് വരെയുള്ള ഭാഗങ്ങളിലാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. 17 കോടി രൂപയാണ് ചെലവ്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർണ്ണമായി നവീകരിക്കുന്ന സംസ്ഥാന പാതയുടെ നിർമ്മാണം 2023 പൂർത്തിയാകേണ്ടതായിരുന്നു. കാലാവധിക്കുള്ളിൽ പണി പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന കരാർ കമ്പനിയെ ഒഴിവാക്കി പുതിയ കരാറുകാരെ നിയമിച്ചതോടെയാണ് ഇപ്പോൾ വീണ്ടും പണികൾ തുടങ്ങിയത്. മഴ തുടങ്ങുന്നതിന് മുൻപ് ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കാനാണ് പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി കല്ലുംപുറം മുതൽ പെരുമ്പിലാവ് വരെയുള്ള റോഡിൽ 1ാം ഘട്ട ടാറിംഗ് നടത്തിയെങ്കിലും ജല അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റാത്തതിനാൽ അക്കിക്കാവ് മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗങ്ങളിൽ കലുങ്ക് നിർമ്മാണം ഒഴികെ ഒരു പ്രവൃത്തിയും നടത്തിയിരുന്നില്ല. നിർവഹണ ഏജൻസിയായ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിനാണ് ഇപ്പോൾ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള ചുമതല. പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയതും മേൽനോട്ടം വഹിക്കുന്നതും ജല അതോറിറ്റിയാണ്. തൃത്താല കുടിവെള്ള പദ്ധതിയുടെ കുന്നംകുളം സെക്ഷന്റെ കീഴിലുള്ള വലിയ പൈപ്പുകളും 10 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പുകളുമാണ് മാറ്റുന്നത്. അരനൂറ്റാണ്ടോളം പഴക്കമുള്ളവയാണ് നിലവിലുള്ളത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ തുടങ്ങിയതോടെ സംസ്ഥാന പാതയിൽ കുന്നംകുളത്തിനും അക്കിക്കാവിനും ഇടയിലുള്ള ഗതാഗതം ദുരിതമായി. പൈപ്പിടാൻ കുഴിച്ച കുഴിയുടെ സമീപം ദിശ പാലിക്കാതെ ഒരേ സമയം എത്തുന്ന വാഹനങ്ങൾ കടുത്ത ഗതാഗത കുരുക്കാണ് സൃഷ്ടിക്കുന്നത്. ഇത് പലപ്പോഴും തർക്കത്തിന് ഇടയാക്കുന്നുണ്ട്. ഗതാഗത തടസ്സം രൂക്ഷമാകുമ്പോൾ ദീർഘദൂര ബസ്സുകൾ പഴഞ്ഞു വഴിയാണ് പെരുമ്പിലാവിലെത്തുന്നത്. അമിത വേഗത്തിൽ ഗ്രാമീണ റോഡ് വഴി എത്തുന്ന ബസ്സുകൾ ഈ വഴിയുള്ള ഗതാഗതത്തിനും ഭീഷണിയാകുന്നുണ്ട്. പണികൾ തീരും വരെ കൃത്യമായ ഗതാഗത നിയന്ത്രണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കുന്നംകുളം. വടക്കാഞ്ചേരി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ മോഷണശ്രമം നടത്തിയ മോഷ്ടാവിനെ കയ്യോടെ പിടികൂടി പോലീസും നാട്ടുകാരും. കോട്ടയം തലയോലപ്പറമ്പ് പള്ളിയിൽ ഉൾപ്പെടെ മോഷണം നടത്തിയ കേസിലെ കുപ്രസിദ്ധ മോഷ്ടാവായ അടിമാലി സ്വദേശി പത്മനാഭനെയാണ് കോട്ടയത്തുള്ള പ്രത്യേക അന്വേഷണ സംഘം തന്ത്രപൂർവ്വം കുടുക്കിയത്. കഴിഞ്ഞ ഫെബ്രുവരി 7-ന് തലയോലപ്പറമ്പ് പള്ളിയിൽ നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അടഞ്ഞുകിടക്കുന്ന പള്ളികളും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി. കഴിഞ്ഞ ദിവസം ഇയാൾ വടക്കാഞ്ചേരിയിൽ എത്തിയതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘം വടക്കാഞ്ചേരിയിൽ തമ്പടിച്ചിരുന്നു. വടക്കാഞ്ചേരി പള്ളിക്ക് സമീപം ഇയാൾ എത്തിയത് മനസ്സിലാക്കി പോലീസ് സംഘം വടക്കാഞ്ചേരി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളി വികാരിയെ വിവരം ധരിപ്പിക്കുകയും മോഷണം നടത്താൻ സാധ്യതയുള്ളതിനാൽ കരുതിയിരിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തതായി വികാരി ഫാദർ വർഗീസ് തരകൻ പറഞ്ഞു. രാത്രി 12ഓടെ മോഷ്ടാവ് പള്ളിയിൽ എത്തുകയും പോലീസും പള്ളി അധികൃതരും നാട്ടുകാരും ചേർന്ന് സാഹസികമായി ഇയാളെ കീഴ്പ്പെടുത്തുകയുമായിരുന്നു. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി 84ഓളം കേസുകളിൽ പ്രതിയായ ഇയാൾ നിരവധി തവണ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. സിവിൽ പോലീസ് ഓഫീസർമാരായ NV മനീഷ്, PM ബിനു, വികാരി ഫാദർ വർഗീസ് തരകൻ, കൈക്കാരനായ ജിൻസൻ, നിയോൺ റിമിറ്റി, റയോൺ കണ്ണനായ്ക്കൽ, ഷാജു ജോസ് ചൊവ്വന്നൂർ എന്നിവരും പ്രദേശത്തെ ലോറി ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടിയാണ് മോഷ്ടാവിനെ കീഴ്പ്പെടുത്തിയത്. സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ദേശീയ വൈസ് പ്രസിഡന്റായി ഹംസ M അലിയെ തെരഞ്ഞെടുത്തു. നിലവിൽ തൃശൂർ സീനിയർ ചേംബറിന്റെ പ്രസിഡന്റായ ഹംസ M അലി വടക്കാഞ്ചേരി എങ്കക്കാട് സ്വദേശിയാണ്. ഉടുപ്പിയിൽ നടന്ന ദേശീയ കൺവെൻഷനിലാണ് ദേശീയ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ഡി-സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട KSU SFI അക്രമ സംഭവങ്ങളെ തുടർന്ന് 38 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യം ലഭിച്ചവർക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. KSU ജില്ലാ ജനറൽ സെക്രട്ടറി സാരംഗ് തിരുവല്ലുവാമല, താര ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. തിരുവല്ലുവാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ, KG സന്തോഷ്, ബീന, ഉഷാ ദിവാകരൻ, A മുരളി തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി.
കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പെരിഞ്ഞനം പഞ്ചായത്തിൽ ശുചിത്വ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനുകൾ, മാർക്കറ്റ്, ബസ് സ്റ്റോപ്പുകൾ, ആശുപത്രി പരിസരം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓഫീസ് സമുച്ചയങ്ങൾ, ജലാശയങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നതിനുള്ള ശുചീകരണ യജ്ഞത്തിനാണ് പഞ്ചായത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. മൂന്നുപീടിക മാർക്കറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, വാർഡ് അംഗം സുജാ ശിവരാമൻ, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി മിനി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. പരിശുദ്ധ റമദാനിലെ കാരുണ്യത്തിന്റെ 10 എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആദ്യത്തെ 10 ദിനങ്ങൾ അവസാനിക്കുന്നതിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് അന്തിക്കാട് യൂണിറ്റ് പ്രവർത്തക സംഗമവും റമളാൻ കിറ്റ് വിതരണവും നടത്തി. മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ നാസർ ഹാജി പാതിപ്പറമ്പത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ സലാം ഹാജി അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് നൌഫൽ സഅദി ചളവറ ദുആക്ക് നേതൃത്വം നൽകി. യൂണിറ്റ് സെക്രട്ടറി അക്ബർ ഹാജി കല്ലിപ്പറമ്പിൽ, ഫിനാൻസ് സെക്രട്ടറി അബ്ദുൽ മുഹസിൻ, മഹൽ വൈസ് പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് INTUC കുന്നംകുളം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരസഭ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. INTUC കുന്നംകുളം റീജിയണൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ സെക്രട്ടറി KV ഗീവർ, നേതാക്കളായ അഡ്വക്കേറ്റ് CB രാജീവ്, PI തോമസ്, വാസു കോട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സ്വയം പ്രതിരോധ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. റൂറൽ ജില്ലാ പോലീസ് മേധാവി SP B കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വയം പ്രതിരോധ പരിശീലനം സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ശാക്തീകരണത്തിന് മാത്രമല്ല, തങ്ങളിലെ കഴിവുകൾ തിരിച്ചറിയുന്നതിനും ഭയത്തെ അതിജീവിക്കാനും ഉതകുമെന്നും SP പറഞ്ഞു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വനിതാ സെൽ സബ് ഇൻസ്പെക്ടർ EU സൗമ്യ, സഹൃദയ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ K കരുണ തുടങ്ങിയവർ സംസാരിച്ചു. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പ്രസിഡന്റ് VB സമീറയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെ സംഗമം സംഘടിപ്പിച്ചു. വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം സുലേഖ അസീസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ ML റോസി, കോർപ്പറേഷൻ കൗൺസിലർമാരായ ഷീബ ബാബു, ലീല വർഗീസ്, ലാലി ജെയിംസ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ്, വെൽഫെയർ പാർട്ടി മതിലകം ബ്ലോക്ക് മുൻ മെമ്പർ സായിദ സുലൈമാൻ തുടങ്ങിയവർ പങ്കെടുത്തു. CBSE തൃശൂർ സഹോദയ കലാപുരസ്കാരം ദേവമാതാ സ്കൂളിലെ സൂസൻ പോൾ കരസ്ഥമാക്കി. തൃശൂർ ജില്ലയിലെ CBSE സ്കൂളുകളിൽ നിന്ന് മികച്ച കലാധ്യാപകർക്കുള്ള പുരസ്കാരമാണ് നൃത്ത അധ്യാപികയായ സൂസൻ പോൾ നേടിയത്. പുരസ്കാരം ഈ മാസം 28-ന് തങ്ങാലൂർ ദേവമാതാ ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. നെൽകൃഷിയിൽ പുതുമകൾ കണ്ടെത്തുകയാണ് ഷബീർ എന്ന യുവ കർഷകൻ. മഹാരാഷ്ട്രയിൽ നിന്നും കൊണ്ടുവന്ന നസർബാത്ത് എന്ന നെൽവിത്താണ് ഇത്തവണ ഷബീർ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത്. യൂട്യൂബിൽ നിന്നുമാണ് ഈ നെല്ലിനെ കുറിച്ച് അറിഞ്ഞത്. കൊല്ലങ്കോടുള്ള സുഹൃത്ത് അനീഷ് വഴിയാണ് 25 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള വിത്ത് സംഘടിപ്പിച്ചത്. മിതമായ ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് 110 മുതൽ 120 ദിവസം വരെ മൂപ്പുള്ള നസർബാത്ത് വിത്ത് കൃഷി ചെയ്യേണ്ടത്. വിത്ത് കിലോയ്ക്ക് 300 രൂപ വില വരുന്നുമുണ്ട്. കൃഷി ഓഫീസർ സുരേന്ദ്രന്റെ പിന്തുണയും നിർദ്ദേശങ്ങളും ഷബീറിന്റെ പരീക്ഷണ കൃഷിക്ക് സഹായകമായി. യൂട്യൂബിൽ കണ്ടപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നി. ഇതിന്റെ ഔഷധ ഗുണങ്ങൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു താല്പര്യം. അപ്പൊ സാമ്പിൾ എന്നുള്ള നിലക്ക് ഇപ്പോൾ തൽക്കാലം കുറച്ച് സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. കൂടുതൽ വ്യാപിക്കാനാണ് അടുത്ത വർഷം മുതൽ ഉദ്ദേശിക്കുന്നത്. ഇത് നല്ലൊരു റിസൾട്ട് ആവുകയാണെങ്കിൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം. ഇത് വിത്ത് തന്നെ കിലോയ്ക്ക് 300 രൂപ ഉണ്ട്. നെല്ലിന് നല്ല വിലയുണ്ട്. ഇവിടെ സാധാരണ മില്ലിൽ തന്നെ ഇത് കുത്തിയെടുക്കാവുന്നതാണ്. ഒരുപാട് ഔഷധ മൂല്യമുള്ള നെൽവിത്താണ് എന്നാണ് നമ്മൾ ഇത് കേട്ടറിഞ്ഞിട്ടുള്ളത്. നസർബാത്തിന്റെ അരി ഹൃദയത്തിന്റെയും നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തിനും രക്തചംക്രമണത്തിനും ഗുണപ്രദമാണ്. പ്രമേഹ ബാധിതർക്കും ഉപയോഗിക്കാവുന്ന ഔഷധ ഗുണമുള്ള അരിയായതിനാൽ വില കൂടുതലാണ്. നെൽകൃഷിയിൽ ഏറെ താല്പര്യമുള്ള ഷബീർ 8 ഏക്കർ സ്ഥലത്ത് ഉമാവിത്തും കൃഷി ചെയ്യുന്നുണ്ട്. അടുത്ത സീസണിൽ കൂടുതൽ സ്ഥലത്ത് നസർബാത്ത് വിത്ത്
ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എടപ്പാൾ ഐലക്കാട് പറയംവളപ്പിൽ ഷബീർ എന്ന യുവ കർഷകൻ. TCV ന്യൂസ്, കുന്നംകുളം. SDPIയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു മാസം നീണ്ടുനിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PR സിയാദ് അറിയിച്ചു. സർക്കാരുകൾ നിസ്സംഗത വെടിയുക, ലഹരിയെ തുരത്താം, നാടിനെ രക്ഷിക്കാം എന്നീ പ്രമേയങ്ങളിലാണ് സംസ്ഥാന വ്യാപകമായി ഈ മാസം 15 മുതൽ ഏപ്രിൽ 15 വരെ ഒരു മാസം നീണ്ടുനിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ക്യാമ്പയിനിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ലഘുലേഖയുമായി ഹൌസ് ക്യാമ്പയിൻ, യുവാക്കളെയും യുവതികളെയും അണിനിരത്തി ലഹരി വിരുദ്ധ പ്രതിജ്ഞ, പ്രാദേശിക തലങ്ങളിൽ ലഹരി വിരുദ്ധ കൂട്ടയോട്ടം, കയ്യെഴുത്ത് പോസ്റ്റർ പ്രചാരണം, ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ, സെമിനാറുകൾ, രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ പരിപാടികൾ, വനിതാ കൂട്ടായ്മ, സൈക്കിൾ റാലി തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ SDPI തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV നാസർ പുറ്റൂരും പങ്കെടുത്തു. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി പൊങ്ങണംകാട് റോയൽ ഫിറ്റ്നസ് ക്ലബിന്റെയും സെയിന്റ് റാഫേൽ റോയൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്വയം പ്രതിരോധ പരിശീലനവും ലഹരി വിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു. വിയൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KV സൂരജ് ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കോലഴി റേഞ്ച് എക്സൈസ് വനിതാ ഓഫീസർ K അമിത ലഹരി വിരുദ്ധ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PB ഷിജി വനിതകൾക്കായി സ്വയം പ്രതിരോധ പരിശീലനം നൽകി. ACP O ഷീജ, K രാജൻ, ഷിൻഡോ റാഫേൽ എന്നിവർ സംസാരിച്ചു. കടപ്പുറം ബ്ലാങ്ങാട് തെങ്ങുകൾ മുറിക്കുന്നതിനിടെ വെള്ളിമൂങ്ങ കുഞ്ഞുങ്ങളെ ലഭിച്ചു. കടപ്പുറം പഞ്ചായത്ത് ബ്ലാങ്ങാട് കറുപ്പം വീട്ടിൽ ആരിഫിന്റെ വീട്ടുവളപ്പിലെ തെങ്ങ് മുറിക്കുന്നതിനിടയിലാണ് 3 വെള്ളിമൂങ്ങ കുഞ്ഞുങ്ങളെ ലഭിച്ചത്. പക്ഷിസ്നേഹിയായ ആരിഫ് മൂങ്ങകൾക്ക് പാലും മറ്റും നൽകുകയും തുടർന്ന് വാർഡ് മെമ്പർ മുഹമ്മദ് നാസിഫിനെ വിവരമറിയിക്കുകയും ചെയ്തു. ഫോറസ്റ്റ് റെസ്ക്യൂവർ വീരാൻകുട്ടിയും സഹായി ഫിറോസും സ്ഥലത്തെത്തി വെള്ളിമൂങ്ങ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങി. ഗ്രാമീണ റോഡ് നവീകരണത്തിനും ജലസംരക്ഷണത്തിനും ഊന്നൽ നൽകി എളവള്ളി പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 31,72,00,000 രൂപ വരവും 31,14,00,000 രൂപ ചിലവും 57,43,00,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അവതരിപ്പിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമീണ റോഡ് നവീകരണത്തിന് 5.27 കോടി രൂപയും ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് 3 കോടി രൂപയും കൃഷി ഉൽപാദന മേഖലയ്ക്ക് 2 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. TC മോഹനൻ, PM അബു, MP ശരത് കുമാർ, സനൽ കുന്നത്തുള്ളി, ശ്രീബിത ഷാജി, ഷാലി ചന്ദ്രശേഖരൻ, രാജി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരുമനയൂർ ശ്രീ നെടിയംകുളങ്ങര ഭഗവതി ക്ഷേത്രം വൈലി മഹോത്സവം വർണ്ണാഭമായി. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി നെടുപ്പറമ്പിൽ NA ശങ്കരൻകുട്ടി കാർമ്മികത്വം വഹിച്ചു. പ്രയേഷ് കീഴിലം, അടാട്ട് കുട്ടൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ഒരുമനയൂർ ഭാസ്കരന്റെ നേതൃത്വത്തിൽ നാദസ്വരവും ഉണ്ടായി. ഗജവീരൻ പാറമേക്കാവ് ശിവൻ തിടമ്പേറ്റി. ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ പുതുകുമാരൻ, മങ്ങന്ത്ര വിൽസൺ, വേലായുധൻ, തൊടു നിതിൻ, രാജേഷ്, മുരളി എന്നിവർ ഉത്സവത്തിന് നേതൃത്വം നൽകി. പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. 3 ആനകളുടെ അകമ്പടിയോടെ കാഴ്ചശീവേലി നടന്നു. പരക്കാട് മഹേന്ദ്രൻ മാരാർ, ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാർ എന്നിവർ മേളത്തിന് നേതൃത്വം നൽകി. തുടർന്ന് വാദ്യഗുരുകുലം സച്ചിൻ വാസുദേവനും സംഘവും തായമ്പക അവതരിപ്പിച്ചു. ഏകാദശി വിളക്ക്, പഞ്ചാരിമേളം, പഞ്ചവാദ്യം, പള്ളിവേട്ട എന്നിവയും ഉണ്ടായിരുന്നു. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാളിന്റെ ഭാഗമായുള്ള തിരുനാൾ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. മറ്റം ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ വിജിൽ ജീസ്, ട്രസ്റ്റിമാരായ ജോയ് CK, ജോൺസൺ കാക്കശ്ശേരി, സ്റ്റീഫൻ PA, ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. മെയ് 2 മുതൽ 6 വരെയാണ് തിരുനാൾ ആഘോഷം.
എരുമപ്പെട്ടി പതിയാരം സെയിന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേപിതാവിന്റെ ഊട്ടുതിരുനാൾ കൊടിയേറ്റം നടന്നു. വികാരി ഫാദർ ലിയോ പുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. ജനറൽ കൺവീനർ ജോജു അയ്യംകുളം, കൈക്കാരന്മാരായ വിൽസൺ അന്തിക്കാട്, ആൻസൻ ചിറയത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഈ മാസം 19-നാണ് ഊട്ടുതിരുനാൾ. തിരുവല്ലുവാമല കണിയാർക്കോട് ശ്രീ കരിങ്കുറ്റി അയ്യപ്പൻകാവ് താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി വടക്കുമുറി ദേശത്തിന്റെ നേതൃത്വത്തിൽ കലാസാംസ്കാരിക പരിപാടികൾ നടത്തി. വൈകിട്ട് ചുറ്റുവിളക്ക്, ലഘുഭക്ഷണം എന്നിവയും ഉണ്ടായിരുന്നു. യുവമോർച്ച 110-ാം നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കോട് സെന്ററിൽ ആശാവർക്കർമാരെ പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം ബി ഹരീഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെൽ കോർഡിനേറ്റർ ഹേമന്ത് കൊണ്ടാഴി, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഊർമിള രാമചന്ദ്രൻ, ബൂത്ത് പ്രസിഡന്റ് ശിവരാജ് ചേലക്കോട്, 9-ാം വാർഡംഗം മാലതി തച്ചറായ്ക്കൽ, മോർച്ച മണ്ഡലം പ്രസിഡന്റ് കേശവൻ ചേലക്കോട് എന്നിവർ സംസാരിച്ചു. പാലക്കാട് ചെമ്പൈ സംഗീതോത്സവത്തിൽ തുടർച്ചയായി 25 വർഷം സംഗീത കച്ചേരി നടത്തിയ പാടും പാതിരി ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കലിനെ സംഘാടക സമിതി ഭാരവാഹികൾ ആദരിച്ചു. ചെമ്പൈ ഏകാദശി സംഗീതോത്സവ കമ്മിറ്റി ചെയർമാൻ ചെമ്പൈ സുരേഷ്, ചെമ്പൈ വിദ്യാപീഠം രക്ഷാധികാരി ഗായത്രി തമ്പാൻ, സെക്രട്ടറി കീഴത്തൂർ മുരുകൻ എന്നിവർ ചേർന്നാണ് പൊന്നാടയണിയിച്ച് ആദരിച്ചത്. ഫാദർ പോൾ പൂവത്തിങ്കലിന്റെ കച്ചേരിക്ക് വയലാ രാജേന്ദ്രൻ വയലിൻ, ഗുരുവായൂർ സനോജ് മൃദംഗം, വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് ഘടം എന്നിവർ പക്കമേളമൊരുക്കി. 2000 ആണ്ടിൽ തന്റെ സംഗീത ഗുരു പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസാണ് ആദ്യമായി ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാൻ ക്ഷണിച്ചത് എന്ന് ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ പറഞ്ഞു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,020 രൂപ, പവന് 64,160 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,393 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടൽമാണിക്യം ദേവസ്വത്തിൽ ജോലിയിലെ ജാതി വിവേചന വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരെന്ന് ദേവസ്വം ചെയർമാൻ. കഴകം ജോലി പ്രവൃത്തിയിൽ തുടരാൻ ജീവനക്കാരനെ പിന്തുണ നൽകുമെന്നും ദേവസ്വം. പാതിവഴിയിൽ നിർത്തിയ കൈമുക്ക് ജലസേചന പദ്ധതിക്ക് പുനരുജ്ജീവനം. പ്രദേശവാസികൾക്ക് ഏറെ ഉപകാരപ്രദമായ ജലസേചന പദ്ധതിയാണ് പമ്പിംഗ് നടത്താനാകാതെ ഉപേക്ഷിച്ചിരുന്നത്. എളവള്ളി മേഖലയിൽ കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിനെ അവഗണിച്ച് അധികൃതർ. ചരിത്ര പ്രാധാന്യമുള്ള തോട് സംരക്ഷണമില്ലാതെ നശിക്കുന്നു. ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ഗുരുവായൂർ ക്ഷേത്രം. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ദേശപകർച്ച വിതരണം ആരംഭിച്ചു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.